വയനാട് ദുരന്തമുണ്ടായിട്ട് ഏകദേശം 14 മാസത്തോളമാവുന്നു, ഒരു വർഷം കഴിയുന്നു. അതിൻ്റെ പുനരധിവാസത്തെക്കുറിച്ചും തർക്കത്തെക്കുറിച്ചുമൊക്കെ വലിയ വിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇന്നലെ ഉണ്ടായ ഒരു വിവാദം, അത് കുറച്ച് ഗൗരവമുള്ളൊരു വിവാദമാണ്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഉരുൾപൊട്ടലിൽ നിരവധി ജീവനുകൾ എടുത്തു, ധാരാളം സ്വത്ത് പോയി, സ്ഥലം പോയി, കെട്ടിടങ്ങൾ പോയി, വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് ചൂരൽമലയിലെയും പുഞ്ചിരിമട്ടത്തെയും ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. ആ ഉരുൾപൊട്ടൽ കാണാൻ ഞാനും പോയിരുന്നു. ഹൃദയഭേദകമെന്ന് പറഞ്ഞാൽ വേറൊരു വാക്കില്ല. എൻ്റെയൊക്കെ ജീവിതത്തിൽ എത്രയോ ദുരന്ത സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹൃദയത്തെ വേദനിപ്പിക്കുന്ന, കരഞ്ഞു പോകുന്ന, കണ്ണിൽ നിന്ന് രക്തമാണോ കണ്ണുനീരാണോ വരുന്നതെന്ന് അറിയാത്ത രീതിയിൽ ഇപ്പോൾ പറയുമ്പോൾ തന്നെ വേറെ ഒരു വൈകാരികതയാണ് തോന്നുന്നത് മനസ്സിൽ. അത്ര വികാരപരമായ ഒരു രംഗങ്ങളാണ് ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തുമൊക്കെ കണ്ടത്. അത് അവിടുത്തെ വയനാട് പോയത് കണ്ടപ്പോൾ സത്യത്തിൽ കരഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഒരു ജനത ഇന്നലെ രാത്രി വരെ സുഖമായി കിടന്നുറങ്ങി, 11-12 മണി വരെ സുഖമായി കിടന്നുറങ്ങിയ അച്ഛൻ്റെയും മക്കളുടെയും ചെറുമക്കളുടെയും അമ്മൂമ്മയുടെ അപ്പൂപ്പൻ്റെയും ഒക്കെ പുറത്തുകൂടി മലവെള്ളം വന്നു മറിഞ്ഞ് കെട്ടിടമൊക്കെ ഇടിഞ്ഞു വീണ് ഡെഡ് ബോഡികൾ പോലും പുറത്തെടുക്കാൻ കഴിയാതെ എത്ര പേർ മരിച്ചു എന്നറിയാതെ ഉള്ള ആ ഒരു മരണം, ഒരു സംഭവം നമ്മെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തി. പ്രധാനമന്ത്രി അടക്കം വന്നു, കുട്ടികളെ കണ്ടു, മുതിർന്നവരെ കണ്ടു, ക്യാമ്പുകൾ തുടങ്ങി. കേരളം മുഴുവൻ അങ്ങോട്ടൊഴുകി. കേരളം എന്ന് പറഞ്ഞാൽ പോരാ, തമിഴ്നാട് സഹായം, ആന്ധ്ര സഹായം, കർണാടക സഹായം, പശ്ചിമ ബംഗാളിൻ്റെ സഹായം, ലോകം ചൂരൽമലയിലേക്ക് ഒഴുകി പുഞ്ചിരിമട്ടത്തേക്ക് വന്നു. പക്ഷേ കാര്യങ്ങൾ കഴിഞ്ഞുപോയി. ആദ്യം 1000 കോടി രൂപ ഇവിടെ നിന്ന് ചോദിച്ചു കേരളത്തിൽ നിന്ന്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് മെമ്മോറാണ്ടം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ മെമ്മോറാണ്ടം കൊടുത്തു. മെമ്മോറാണ്ടം കൊടുത്തപ്പോഴും അപ്പോൾ രണ്ടാമത് പറഞ്ഞു നിങ്ങൾ പോസ്റ്റ് നീഡ് അസസ്മെൻറ്റ് നടത്തി തരണം, PDNA നടത്തി തരണം, അതായത് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് PDNA നടത്തി തരണം, അതായത് ദുരന്തം കഴിഞ്ഞതിന് ശേഷം പുനരധിവസിപ്പിക്കുന്നതിന് എത്ര രൂപ ആവശ്യമുണ്ടെന്നുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, ദുരന്താനന്തര ആവശ്യാധിഷ്ഠിതമായ വിലയിരുത്തൽ നടത്തി ഞങ്ങൾക്ക് എത്ര തുക വേണം എന്ന് ചോദിച്ചു. അങ്ങനെ 2200 കോടിയിൽ പരം രൂപയുടെ ഒരു പോസ്റ്റ് നീഡ് അസസ്മെൻറ്റ്, നീഡ് അസസ്മെൻറ്റ് PDNA നടത്തി കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്തെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്കം നിവാരണ മാർഗ്ഗങ്ങൾക്ക് വേണ്ടി കുറേ രൂപ ഡിസാസ്റ്ററിൽ അനുവദിച്ചു. അങ്ങനെ കുറേ രൂപ, 10,000 കോടി രൂപ ഇന്ത്യയിൽ പലയിടത്തും വെള്ളപ്പൊക്കം നിവാരണത്തിന് വേണ്ടി നഗരങ്ങൾക്കൊക്കെ അനുവദിച്ചു. പക്ഷേ ചൂരൽമലയ്ക്ക് 260 കോടി രൂപ മാത്രമാണ് അനുവദിച്ചത്. 2200 കോടിയിൽ പരം രൂപ ചോദിച്ച സ്ഥലത്ത് 260 കോടി രൂപ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആകുന്നു? 10.1% പോലും ആകുന്നില്ല. അത്ര കുറച്ചാണ് അനുവദിച്ചത്. എന്താണ് ഇവിടെ പിഴച്ചത്? ഇവിടെ PDNA ആണോ പിഴച്ചത്? നമ്മുടെ കണക്കുകൾ കൂട്ടി നമ്മൾ പെരുപ്പിച്ച് കാണിച്ചതാണോ കുഴഞ്ഞത്? അതോ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ പഠനം നടത്താൻ വന്നവർക്ക് ഇത് മനസ്സിലാകാഞ്ഞിട്ടാണോ? എന്താണ് ഇതിൻ്റെ പ്രശ്നം? നമ്മൾക്കറിയാൻ ആഗ്രഹമുണ്ട്. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ്റിനെയോ സംസ്ഥാന ഗവൺമെൻറ്റിനെയോ റവന്യൂ വകുപ്പിനെയോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയോ പഴിച്ചത് കൊണ്ടോ ബ്ലെയിം ചെയ്തത് കൊണ്ടോ കാര്യമില്ല. പക്ഷേ പൊതുജനങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കറിയാനൊരു അവകാശമുണ്ട്. എന്താണ് അവകാശമെന്ന് പറഞ്ഞാൽ 200 കോടി രൂപയുടെ ഒരു ആവശ്യകത, ഒരു നീഡ് അസസ്മെൻറ്റ് നടത്തി കൊടുക്കുമ്പോൾ, അത് ആവശ്യകതയുടെ ഒരു നീഡ് അല്ലെങ്കിൽ എന്താണെന്ന് കറക്റ്റാക്കി കൊടുക്കുമ്പോൾ, അതാണ് ഡിമാൻഡ് കൊടുക്കുമ്പോൾ, അത് ബോഗസ് ഡിമാൻഡ് ആയിരുന്നോ? അത് യാഥാർത്ഥ്യബോധവുമായി ബന്ധമില്ലാത്തതാണോ? കേന്ദ്ര മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണോ? അതോ നമ്മുടെ പ്രൊസീജിയറൽ ലാപ്സ് ആണോ? കൂട്ടിയതിലെ തെറ്റാണോ? നേരത്തെ കൂട്ടിയതിലൊക്കെ ഒരുപാട് മിസ്റ്റേക്കുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെക്കുറിച്ച് ഒക്കെ അവർ തയ്യാറാക്കിയ ഓരോ രേഖയിലും അബദ്ധങ്ങളുടെ പഞ്ചാംഗമായിരുന്നു. അതെല്ലാം മാറി പക്കാ റിപ്പോർട്ടാണോ കൊടുത്തത്? ആ പക്കാ റിപ്പോർട്ട് കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്താണോ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് പ്രതിഷേധാർഹമാണ്. 2200 കോടി രൂപയുടെ നീഡ് അസസ്മെൻറ്റ് തുക കൊടുത്തതിന് ശേഷം അത് 260 കോടി രൂപയിലേക്ക് താഴ്ന്നു പോയെങ്കിൽ, ഇനി ഇതല്ല, ഈ 260 കോടി രൂപ സ്പെഷ്യൽ അസസ്മെൻ്റ് ആണ്, ഇനി മറ്റത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നും കേന്ദ്ര ഗവൺമെൻറ്റാണ് പറയേണ്ടത്. ഇതെല്ലാം പറയേണ്ടത് വിവിധ സർക്കാരുകളാണ് പറയേണ്ടത്. 260 കോടി രൂപ കിട്ടിയത് ഒരു സ്പെഷ്യൽ അസസ്മെൻറ്റ് പോലെ നമുക്കിപ്പോൾ കിട്ടി, ഒരു അഡീഷണൽ അസസ്മെൻ്റാണ്, ആ അഡീഷണലായിട്ടുള്ളൊരു തുകയാണ്. അല്ല, ഇനി യഥാർത്ഥ തുക PDNA അനുസരിച്ചുള്ള യഥാർത്ഥ തുക വരും എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അല്ല, PDNA ബേസ് ചെയ്തിട്ടുള്ള 2200 ബേസ് ചെയ്തിട്ടുള്ള കോടിയെ ബേസ് ചെയ്തിട്ടുള്ള 260 കോടിയാണ് എങ്കിൽ ഇനി വരാനില്ല എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അതൊരു ക്രൂരതയാണ്. അത് ചർച്ച ചെയ്യപ്പെടണം. എവിടെയാണ് പിഴച്ചതെന്നാണ് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത്. കേരളം അയച്ചതാണോ പിഴച്ചത്? കണക്കാക്കിയതാണോ? കേന്ദ്രം കണക്കാക്കിയതാണോ? അതോ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ വെഞ്ചൻസോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ
ക്ലാരിഫിക്കേഷൻ്റെ പ്രശ്നമുണ്ടോ? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുക്കുമ്പോൾ കൂടുതൽ കൊടുക്കുന്നുവെന്നും കേരളം പോലുള്ള ഇടതുപക്ഷവും മമതാ ബാനർജിയുടെയും സ്റ്റാലിൻ്റെയും ഒക്കെ, അതായത് BJP വിരുദ്ധ സ്റ്റേറ്റുകളിൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ കുറച്ചേ കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ ഒരു വാദം, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നാണ് അറിയേണ്ടത്. വയനാട് ദുരന്തത്തിൻ്റെ യഥാർത്ഥ മുഖം തീർച്ചയായിട്ടും അറിയുവാൻ വലിയ താല്പര്യമുണ്ട് ജനങ്ങൾക്ക്. അത്രമാത്രം വലിയ ദുരിതവും ദുരന്തവുമാണ് ആ ഭൂമിയിൽ ഉണ്ടായത്.